ഹലോ ഗായ്സ്, ഇപ്പോൾ നമ്മൾ ലോട്ടസ് ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഹുമയൂൺ ടോംബ് കണ്ടിട്ട് ഒരു ഊബറിലാണ് ഇപ്പോൾ ലോട്ടസ് ടെമ്പിളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ലോട്ടസ് ടെമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ എയർപോർട്ടിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്ററും പിന്നെ അടുത്ത് തന്നെ ഇവിടെ മെട്രോ സ്റ്റേഷനും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണോ ഇവിടെ എത്താൻ പറ്റും, വളരെ ഈസി ആയിട്ട് എത്താൻ പറ്റും. ഊബർ വിളിച്ചാൽ എന്തോ 150 രൂപ എന്തേ ഉള്ളൂ. പിന്നെ പുറത്തേക്ക് നീണ്ട നിര കണ്ടപ്പോൾ ഞാനും ആദ്യം വിചാരിച്ചു ഇന്ന് കയറാൻ പറ്റില്ല, അകത്തെ സമാധാനമായിട്ട് നിൽക്കാൻ പറ്റില്ല, കാണാൻ പറ്റില്ല എന്നൊക്കെ. പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല. ആദ്യം തന്നെ നമ്മൾ അകത്ത് കയറുമ്പോൾ നമുക്കൊരു സെക്യൂരിറ്റി ചെക്ക് ഉണ്ടാവും. ബാഗൊന്നും വാങ്ങി വെക്കില്ല. ഇവിടെ ക്ലോക്ക് റൂം, ചെരുപ്പ് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലോക്ക് റൂം മാത്രമേ ഉള്ളൂ. ബാഗൊന്നും വയ്ക്കാനുള്ള ക്ലോക്ക് റൂമില്ല. ഇതിനകത്ത് നമുക്ക് ഫുഡ് മെറ്റീരിയൽസ് ഒന്നും കൊണ്ട് കയറാൻ പറ്റില്ല. ആഹാര സാധനങ്ങളോ പ്ലാസ്റ്റിക്കോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊണ്ട് കയറാൻ പറ്റില്ല. അത് നമ്മൾ ഈ കാണുന്നതാണ് ലോട്ടസ് ടെമ്പിൾ. 27 ദളങ്ങളുള്ള ഒരു മാർബിൾ തന്നെയാണ് ഈ ലോട്ടസ് ടെമ്പിൾ. അതിനകത്തൊരു 40 മീറ്റർ ഹൈറ്റുള്ള ഒരു ഹാള്. നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 1986 ഡിസംബറിലാണ് ഇത് പബ്ലിക്കിനായിട്ട് ഓപ്പൺ ആക്കിയത്. ഒരു വലിയ പൂന്തോട്ടം കടന്നു വേണം നമ്മൾ ലോട്ടസ് ടെമ്പിളിലേക്ക് എത്താൻ. നോക്കിയാൽ കാണാം, നല്ല മനോഹരമായിട്ടുള്ള പൂക്കളൊക്കെ നിൽപ്പുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനത്തെ പൂക്കൾ കാണാറില്ല പൊതുവേ. അങ്ങനെ നമ്മൾ നേരെ ലോട്ടസ് ടെമ്പിളിലേക്ക് പോവുകയാണ്. ലോട്ടസ് ടെമ്പിൾ കേൾക്കുമ്പോഴേ പൊതുവെ ഒരു ക്യൂരിയോസിറ്റി വരും. എന്താണ് ഇതിനുള്ളിലുള്ളത്? ഏത് ദൈവത്തിനാണ് ഇവർ ആരാധിക്കുന്നത്? അകത്തെന്താണ്? ഒരു ആരാധനാലയമാണോ അതോ ഒരു അസംബ്ലി ഹാളാണോ എന്താണെന്നുള്ളത്. ചുറ്റും ഗാർഡനൊക്കെയാണ്. നല്ല ഓറഞ്ചസ്, കുഞ്ഞു കുഞ്ഞു ഓറഞ്ചസ് നിൽക്കുന്ന ഗാർഡനാണ്. ഓറഞ്ചസൊന്നും ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ല, കാര്യം കറക്റ്റ് ക്യാമറയിലേക്കാണ് വെയിലടിക്കുന്നത്. കുഞ്ഞു കുഞ്ഞു ഓറഞ്ചസ്. അതിന് വേറെ ഏതെങ്കിലും ചെടിയാണെന്ന് അറിയില്ല, പക്ഷേ എങ്കിലും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമുക്ക് അങ്ങോട്ടൊന്നും കയറാൻ പറ്റില്ല. പിന്നെ നമ്മൾ ചെരുപ്പ് ഇവിടെ വന്നിട്ട് ഈ ചാക്കിനകത്ത് ആക്കി അവിടെ ക്ലോക്ക് റൂമിൽ കൊടുക്കണം. ക്ലോക്ക് റൂം എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് കാലിൽ ചൂടൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ ഒരു കയർ മാറ്റ് വിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ നടന്നാൽ മതി. അപ്പോൾ നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ചെരുപ്പ് ചാക്കിനകത്താക്കിയിട്ട് നേരെ അങ്ങ് നടന്നാൽ മതി. നമ്മൾ ആദ്യം ക്ലോക്ക് റൂമിൽ പോയി ചെരുപ്പ് വെച്ചിട്ട് വേണം പോകാനായിട്ട്. നമുക്ക് അവിടെ നിന്നൊരു ടോക്കൺ തരും. ഇവിടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനും നമ്മൾ കാശ് കൊടുക്കണ്ട, എല്ലാം ഫ്രീ ആണ്. എൻട്രി ടിക്കറ്റ് ഫ്രീ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ക്ലോക്ക് റൂമിലാണെങ്കിലും പൈസയൊന്നും കൊടുക്കണ്ട, അങ്ങനെയൊക്കെയാണ്. വീണ്ടും നമ്മൾ ക്യൂ പിടിച്ച് ആ മാറ്റിനെ ഫോളോ ചെയ്തങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിന് മുകളിലേക്ക് കയറാൻ പറ്റും. അച്ഛനും അമ്മയും മിന്നുവും മുന്നേ പോകുന്നുണ്ട്, ഞാൻ ക്യാമറയായിട്ട് പുറകിലാണ്. അപ്പോൾ നമുക്ക് ലോട്ടസ് ടെമ്പിളിൻ്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററിയിലേക്ക് നോക്കാം. ബഹായ് മതത്തിൻ്റെ ഒരു ആരാധനാലയമാണ് ലോട്ടസ് ടെമ്പിൾ. 19-ാം നൂറ്റാണ്ടിൽ ലോകക്ഷേമത്തിനും നന്മയ്ക്കും വേണ്ടിയിട്ട് ആരംഭിച്ചൊരു മതമാണ് ബഹായ് മതം. അത് ഇറാനിലാണ് ശരിക്കും ആരംഭിക്കുന്നത്. അപ്പോൾ ഇന്ന് അതിന് ഏകദേശം 60 ലക്ഷത്തോളം ആരാധകരുണ്ട് ആ മതത്തിന്. മതമെന്ന് തന്നെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയെന്നും പറയാം. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷേത്രമാണിത്. ഇവിടെ ജാതി മതം ഭേദമന്യേ ആർക്ക് വേണോ വരാൻ പറ്റും. അകത്ത് കയറിയിരിക്കാം, ധ്യാനിക്കാം, പ്രാർത്ഥിക്കാം. അകത്ത് ഉള്ളതൊരു സെൻട്രൽ ഹാള് മാത്രമാണ്. അതിനകത്ത് വേറെ വിഗ്രഹങ്ങളോ അല്ലെങ്കിൽ ബലിപീഠങ്ങളോ അല്ലാതെ വേറെ ഒന്നുമില്ല. ഒരു ഫോട്ടോ പോലും ഇല്ല. വെറുതെ ഒരു ഓപ്പൺ ഹാൾ. പിന്നെ ഇതിനകത്ത് ചുറ്റും നടക്കുകയാണെങ്കിൽ ഏകദേശം 9 ഡോർസ് ഉണ്ട്. അതുപോലെ തന്നെ 9 പോൺസ് ഉണ്ട്, 9 കുളങ്ങളും ഉണ്ട് ഇതിന് ചുറ്റും. നമ്മൾ കാണുന്ന നീല കുളങ്ങൾ പോലെ ഉള്ള 9 കുളങ്ങളും ഉണ്ട്, 9 ഡോറുകളും ഉണ്ട്. ഇതാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലോട്ടസ് ടെമ്പിളിൻ്റെ മറ്റൊരു സൈഡ്. വീണ്ടും നമ്മൾ ഈ ഗാർഡൻ ഇറങ്ങി വേണം തിരിച്ച് പോകാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് വീഡിയോഗ്രാഫി ശരിക്കും പറഞ്ഞാൽ പ്രൊഹിബിറ്റഡ് ആണ്. ഇതാണ് നമ്മുടെ ടീം, ഞാനും അച്ഛനും അമ്മയും അനിയത്തിയും. അപ്പോൾ നമ്മളങ്ങനെ ലോട്ടസ് ടെമ്പിളിനോട് ബൈ പറഞ്ഞ് ഇറങ്ങുകയാണ്. അപ്പോൾ ഇതിനകത്ത് വീഡിയോ പ്രൊഹിബിറ്റഡ് ആണ്. വേണമെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാം, പക്ഷേ അത് പ്രൊഹിബിറ്റഡ് ആണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ പിന്നെ അത് എടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് എടുക്കാത്തത്. വീഡിയോ എടുക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു. എയർപോർട്ട് ഇവിടെ അടുത്താണ്, അതാണ് വിമാനമൊക്കെ പോകുന്നത്. ഇവിടുന്ന് ഒരു 15-20 കിലോമീറ്ററേ ഉള്ളൂ. പിന്നെ നമ്മൾ വച്ച ഷൂസും കാര്യങ്ങളൊക്കെ തിരിച്ച് വീണ്ടും എടുക്കണം. ഈ ബാഗൊക്കെ നമ്മൾ തൂക്കിക്കൊണ്ട് തന്നെ നടക്കണം. അകത്ത് നമുക്ക് ബാഗ് കൊണ്ട് കയറാൻ പറ്റും. ബാഗ് ഇവിടെ സൂക്ഷിക്കാറില്ല പൊതുവേ. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ ചപ്പൽസ് കളക്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് പോകണം. ടോക്കൺ തരും, ആ ടോക്കൺ കൊടുക്കുക, ഷൂസ് വാങ്ങുക, പോവുക. അങ്ങനെ ഞങ്ങൾ കോമ്പൗണ്ടിൻ്റെ പുറത്തിറങ്ങി. ഓൾറെഡി നമ്മൾ ഉച്ചയായി സമയം. അങ്ങനെ നമുക്ക് നന്നായിട്ട് വിശന്നു. പുറത്ത് തന്നെ ഉള്ളൊരു ചെറിയ തട്ടുകട പോലെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ അവിടെ കയറി ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റ് അച്ചാറാണ്.
കൊള്ളാം, വേറൊരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുണ്ട്. ആദ്യം ക്യാരറ്റ് അച്ചാർ ഞാൻ കഴിക്കണം. ഇനി അടുത്ത് നോർമൽ ചന ഭട്ടൂര കറി എല്ലാം വന്നിട്ടുണ്ട്. ഇതും കഴിക്കാം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വാങ്ങിയത് നൂഡിൽസാണ്. അപ്പോൾ അങ്ങനെ നൂഡിൽസും കഴിച്ചു. ഒന്നും പറയാനില്ല, നൂഡിൽസൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ രണ്ടാമത്തെ ഐറ്റം മഞ്ചൂരിയൻ വിത്ത് നൂഡിൽസ് എത്തിയിട്ടുണ്ട്. ഫോക്കറൊക്കെ കൊണ്ടുവച്ച് ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാൻ ഇനി അടുത്ത്. അത് കഴിഞ്ഞ് നമ്മളൊരു മോമോസും കൂടെ പറഞ്ഞു. മോമോസ് വിനുവിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു, എനിക്കും ഇഷ്ടപ്പെട്ടു. വളരെ നല്ല നല്ല ഫ്ലേവേഴ്സ് ആയിരുന്നു മോമോസിനകത്തൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞ് നമുക്ക് ഇവരുടെ അടുക്കളയിലോട്ടൊന്ന് പോവാം. അവരുടെ ഹൈജീനൊക്കെ ഒന്ന് കാണാമല്ലോ. പക്ഷേ പറയത്തക്ക രീതിയിൽ വേറെ വൃത്തികേടൊന്നുമില്ല. അയ്യേ എന്ന് പറയുന്ന രീതിയിൽ ഒരു പ്രശ്നമില്ല, എല്ലാം നല്ല ഭംഗി. പിന്നെ ഇതുപോലെ ഇവിടെ ബർഗർ സംഭവങ്ങളൊക്കെ നല്ല ചീപ്പ് റേറ്റിൽ കിട്ടും. വെജാണ്, ഒരു 30-40 രൂപ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഓക്കെയാണ്. ലോട്ടസ് ടെമ്പിളിൻ്റെ ഫ്രണ്ടിൽ, അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ചായ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു ചായയും കൂടെ വാങ്ങി. ചായയൊക്കെ നല്ല തിളച്ച് വറ്റി കിടപ്പുണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റാണ്, കൊള്ളാം. സോഡ, ലസ്സി. അപ്പോൾ നമ്മളിവിടെ നിന്ന് കുറച്ച് കട്ട് ഫ്രൂട്ട്സും വാങ്ങി. അടുത്ത് നമ്മുടെ ഡെസ്റ്റിനേഷനായ റെഡ് ഫോർട്ടിലേക്ക് പോവുകയാണ്. ബൈ, സബ്സ്ക്രൈബ് ഫോർ മോർ.